നമ്മുടെ കുറ്റവിചാരണ സദസ്സിന്റെ ഔപചാരികമായ ആരംഭം ഇവിടെ കുറിക്കുക. ഈ കുറ്റവിചാരണ സദസ്സില് അധ്യക്ഷം വഹിക്കാനായി കോൺഗ്രസ് പുതുപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് ശ്രീ സാംകെ വർക്കിയെ ആദരവ് ക്ഷണിക്കുന്നു. സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനായ CMPയുടെ ജില്ലാ സെക്രട്ടറി ശ്രീ തമ്പി തന്നെ ക്ഷണിച്ചുകൊള്ളുന്നു. ആവേശമായിരുന്നു. പഞ്ചായത്ത് കൂടുന്നതിന് മുമ്പായി വാർഡുകൾ കൂടുന്നു, ഗ്രാമസഭകൾ കൂടുന്നു, നിർദ്ദേശങ്ങൾ വെക്കുന്നു, നിർദ്ദേശങ്ങൾ കുറിച്ചെടുക്കുന്നു, അപ്പൊ പഞ്ചായത്തിൽ കൊണ്ടുപോകുന്നു. എന്നിട്ടോ ഒന്നും നടപ്പിലായില്ല. അതല്ലേ യാഥാർത്ഥ്യം? നടപ്പിലായില്ല എന്ന് മാത്രമല്ല, നടപ്പിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ എന്താ ഒരു ഫലമുണ്ടാകുക? അത് തന്നെയല്ലേ ഇവിടെയും ഉണ്ടായിട്ടുള്ളത്. ഞാനതിന്റെ മറ്റ് രാഷ്ട്രീയമായ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നു. ഒരു പഞ്ചായത്തിനെ എങ്ങനെ ഇതുപോലെ നശിപ്പിച്ചെടുക്കാമെന്ന് നമ്മളെ പഠിപ്പിച്ചതെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നന്ദി പറയാതെ വേറെ മാർഗമില്ലല്ലോ. ഒന്നൊന്നായി എണ്ണി പറയാൻ എത്രയോ കാര്യങ്ങൾ ഉദാഹരണമായി എടുക്കാൻ നമ്മുടെ വഴിയുടെ സ്ഥിതി എന്താ? പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ലിൽ പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മുടെ പഞ്ചായത്തിലെ ഊടുവഴികൾ, ചെറിയ വഴികൾ, കാൽനട യാത്രയ്ക്ക് പറ്റുന്ന വഴികൾ, അവയെല്ലാം കുണ്ടും കുഴിയിലേക്ക് കടന്നപ്പോ അതെല്ലാം നികത്തി അവിടെ കോൺക്രീറ്റ് നടത്തി, ചിലടത്ത് ടാറിങ് നടത്തി സഞ്ചാരയോഗ്യമാക്കിയ വഴിയുടെ ഇന്നത്തെ അവസ്ഥ എന്താ? നമ്മൾ ഉൾപ്രദേശത്തോട്ട് ചെന്നാൽ കാണാൻ കഴിയും നടപടികളെല്ലാം ഭംഗിയായി കോൺക്രീറ്റ് ചെയ്തു. പക്ഷേ ജനനിധി പദ്ധതിയുടെ പേരിൽ ആ റോഡുകളാകമാനം വെട്ടിപ്പൊളിച്ച് ഇന്നൊരു സാധാരണ ഓട്ടോറിക്ഷയ്ക്ക് അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചാൽ ഓട്ടോറിക്ഷക്കാരന് വരില്ല. മിനിമം ചാർജ് എത്രയേ കൊടുക്കേണ്ടത്? ഏറ്റവും കൂടുതൽ 50 രൂപ കൊടുക്കണം. കൊടുക്കുന്ന ആൾക്കറിയാം ഇതുകൊണ്ടും അവർക്ക് ഓട്ടോറിക്ഷക്കാർക്ക് മുതലാകില്ല. കാരണം ആ വഴിയെ ഒരു ട്രിപ്പ് പോയാൽ അതിന്റെ ആക്സിഡന്റിയും ആ വണ്ടിക്ക് കേടുപാട് പറ്റും. അതുമായി വർക്ക്ഷോപ്പിൽ പോയാൽ നമ്മൾ കൊടുക്കുന്ന പണം തികയില്ല എന്ന് കൊടുക്കുന്നത് നമുക്കറിയാം. ആ പരുവത്തിൽ പുതുപ്പള്ളി പഞ്ചായത്തിലെ റോഡുകൾ എങ്ങനെയാ മാറിയെന്ന് ചോദിച്ചാൽ ഞഞ്ഞാ മറുപടി പറഞ്ഞിട്ട് കാര്യമില്ലടോ ഇടതുപക്ഷക്കാര്. ഞങ്ങൾ ചോദിക്കട്ടെ, നമ്മുടെ കൊട്ടായം പഞ്ചായത്തായിട്ടുള്ള അയർക്കുന്നത്തും അകലക്കുന്നത്തുമെല്ലാം ജനനിധി പദ്ധതിക്ക് എഗ്രിമെന്റ് വെച്ചപ്പോൾ അവർ എഗ്രിമെന്റിൽ പറഞ്ഞു, എന്താ പറഞ്ഞത്? റോഡുകൾ വെട്ടിപ്പൊളിച്ച് പൈപ്പിടുന്നത് കൊള്ളാം, പക്ഷേ അവിടെ പഴയ രീതിയിൽ റോഡ് പുനഃസ്ഥാപിക്കണം, കോൺക്രീറ്റ് ചെയ്യണമെന്ന് എഗ്രിമെന്റ് ഉണ്ടാക്കി. എന്തേ പുതുപ്പള്ളി ഉണ്ടാക്കിയില്ല? അത്തരത്തിലൊരു എഗ്രിമെന്റ് എന്തുകൊണ്ട് പുതുപ്പള്ളി പഞ്ചായത്തിൽ ഉണ്ടായില്ല? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മറുപടി പറയണ്ടേ? ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ട് വേണ്ട ഇതിനെ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ? ബഹുമാന്യനായ നമ്മുടെ ജനപ്രതിനിധി MLA ശ്രീ ചാണ്ടിയുമ്മൻ പറഞ്ഞില്ല, എന്റെ അക്കൗണ്ടിൽ നിന്ന് 3 ലക്ഷം രൂപ തരാം. ഇടതുപക്ഷ മുന്നണിയുടെ പഞ്ചായത്തിന്റെ പ്രസിഡന്റും പഞ്ചായത്ത് കമ്മിറ്റിയും എന്താ പറഞ്ഞത്? ചാണ്ടിയുമ്മന്റെ പണം ഞങ്ങൾക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞത് ഇപ്പൊ എന്തായി റോഡിന്റെ സ്ഥിതി? ഒരു കാൽനട യാത്രക്കാരന് മര്യാദക്കാരെ നടന്നു പോകാൻ കഴിയുന്ന സാഹചര്യം പഞ്ചായത്തിന്റെ മുമ്പിലുള്ള വാതിലുണ്ട്. ഇപ്പോഴത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതല്ലേ ഈ അവസ്ഥ? ചക്കാല ഓടുന്നമാരടക്കം വന്നു പോയിക്കൊണ്ടിരുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലം ആ വെണ്ണമല റോഡിന്റെ ദുരവസ്ഥ ഇന്നും പരിഹരിക്കപ്പെടാതെ കിടക്കുന്നു. അവസാനം അവിടുത്തെ പഞ്ചായത്ത് ജനപ്രതിനിധി ശ്രീ മോഹൻസനടക്കമുള്ള ആളുകൾ, അവിടുത്തെ UDF പ്രവർത്തകന്മാർ സംസാരിക്കുന്നതിനിടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ ശ്രീ ജസിമോളെ ക്ഷണിച്ചോളൂ. ഇന്ന് ഇവിടെ ഈ ഒരു സാഹചര്യം സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീമാൻ തമ്പി ചന്ദ്രൻ അവരുടെ പറയുകയുണ്ടായി. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 വർഷക്കാലം ഇവരെന്താ ചെയ്തതെന്ന് പറയുവാൻ, എന്തെങ്കിലും ഒരു പദ്ധതി ചൂണ്ടിക്കാണിക്കുവാൻ ഈ പുതുപ്പള്ളിയിലെ ജനങ്ങളോട് പറയുവാൻ അവർക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇന്ന് ഈ നിന്ന് സംസാരിക്കുന്ന ഈ സ്റ്റേജ് പോലും UDFന്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ട സ്റ്റേജാണ്.
അതുപോലെ തന്നെ നമുക്കറിയാം പുതുപ്പള്ളി പഞ്ചായത്തിലെ ഏത് മേഖലകൾ എടുത്താലും ഉൽപാദന മേഖല, പശ്ചാത്തല മേഖല, സേവന മേഖല, ഏത് മേഖലകൾ എടുത്താലും എവിടെയാണ് നിങ്ങൾ തുടങ്ങി വെച്ചിരിക്കുന്ന ഒരു പദ്ധതി പൂർത്തീകരിച്ചിരിക്കുന്നത്? എന്താണ് നിങ്ങൾ ഇത്രയും നാളും ചെയ്തിരിക്കുന്നത്? നമുക്കറിയാം പുതുപ്പള്ളി പഞ്ചായത്തിലെ ബസ് സ്റ്റാൻഡ് നിങ്ങളൊന്ന് നോക്കണം. ആ ബസ് സ്റ്റാൻഡിന്റെ ഒരു സൈഡ് മുഴുവൻ പൊളിച്ചു കളഞ്ഞു. ആ പൊളിച്ചു കളഞ്ഞ കെട്ടിടം ഒന്ന് പൂർത്തീകരിക്കുവാൻ, അല്ല ഒന്ന് മാറ്റി പണിയുവാൻ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? നമ്മളിങ്ങനെ നോക്കി കാണുന്ന കാര്യങ്ങൾ തന്നെ മതി. പുതുപ്പള്ളിയിലെ ജനങ്ങളോട് പറയുവാൻ നിങ്ങൾക്ക് എന്താണുള്ളത്? 5 വർഷക്കാലം നിങ്ങൾ അധികാരത്തിലേൽക്കുമ്പോൾ പറഞ്ഞത് പുതുപ്പള്ളിയിലെ ജനങ്ങൾക്ക് തേനും പാലും ഒഴുക്കുമെന്നാണ്. എന്നാൽ സുഖകരമായിട്ടൊന്ന് നടന്നു പോകുവാൻ ഒരു നടപ്പാതയെങ്കിലും നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി തന്നിട്ട് നിങ്ങൾ വോട്ട് ചോദിക്കുകയാണെങ്കിൽ അഭിമാനത്തോടെ ഞങ്ങൾ വോട്ട് ചെയ്യാം, സംശയം വേണ്ട. അതുപോലെ തന്നെ നമുക്കറിയാം ഒരു സിവിൽ സ്റ്റേഷൻ, ആ സിവിൽ സ്റ്റേഷന്റെ മാർഗരേഖ ഉണ്ടാക്കിയത് UDFന്റെ കാലത്ത് തന്നെയാണ്. അന്നൊരു സിവിൽ സ്റ്റേഷൻ ഉണ്ടാക്കി പുതുപ്പള്ളിയിലെ എല്ലാ ഗവൺമെന്റ് സ്ഥാപനങ്ങളും, വില്ലേജ് ഓഫീസ്, കൃഷിഭവൻ, ഇലക്ട്രിസിറ്റി ബോർഡ്, അങ്ങനെയുള്ള സകല കാര്യങ്ങളും ഒരു കുടക്കീഴിൽ ആക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആ സിവിൽ സ്റ്റേഷൻ പണിയുവാനായിട്ട് അന്നത്തെ ഭരണസമിതി അടക്കം ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാര് ഒരു തീരുമാനമെടുത്തത് അവിടെ സിവിൽ സ്റ്റേഷൻ വേണമെന്ന്. അതിനുവേണ്ടിയുള്ള പേപ്പറുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്തു. നമുക്കറിയാം ഒരു പഞ്ചായത്തിന്റെ ഭരണകാല സമയം 5 വർഷക്കാലമാണ്. ഈ 5 വർഷക്കാലം കൊണ്ട് തുടങ്ങി വെച്ചിരിക്കുന്ന പദ്ധതികൾ ഇങ്ങനെ തുടർ പദ്ധതികളായിട്ടാണ് പോകേണ്ടത്. എന്നാൽ ആ സിവിൽ സ്റ്റേഷന്റെ കല്ലിട്ട് അന്ന് നാളെ തൊട്ട് അത് അങ്ങനെ തന്നെ കിടക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ ഇവിടെ ഒരു PH സെന്റർ ഇവിടെ നന്നായിട്ട് പോകുന്നുണ്ട്. 100-200 ആൾക്കാരല്ല ഇവിടെ OPയിൽ വരുന്നത്. ആ വരുന്ന രോഗികൾക്കൊന്ന് ഇരിക്കുവാനോ അവിടുത്തെ ഡോക്ടർമാർക്കൊന്ന് സുഖകരമായിട്ട് ഇരുന്നൊന്ന് ചികിത്സിക്കാനുള്ളൊരു അവസരം അവിടെ ഇല്ല. എന്നാൽ ഈ സിവിൽ സ്റ്റേഷൻ പണിയുകയാണെങ്കിൽ ആ പഞ്ചായത്ത് കെട്ടിടം ഒരു 10 കിടക്കകളുള്ള ഒരു ചെറിയ ഒരു ഹോസ്പിറ്റലല്ല ഒരു PH സെന്റർ ആക്കി മാറ്റുവാനായിട്ടുള്ള ശ്രമങ്ങളെങ്കിലും തുടങ്ങുവാൻ ഇവരെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? ആ സിവിൽ സ്റ്റേഷന്റെ ഇനി ആദ്യം തൊട്ട് പണിയേണ്ട ഗതികേടാ വന്നിരിക്കുന്നത്. അപ്പൊ ബഹുമാന്യനായ ഉമ്മൻചാണ്ടി സാറ്, നമ്മുടെ ഉമ്മൻചാണ്ടി സാറ് പുതുപ്പള്ളി പഞ്ചായത്തിന് നൽകിയ 1.5 കോടി രൂപ അത് വെള്ളത്തിലായി. അതുപോലെ പഞ്ചായത്തിന്റെ സ്റ്റാൻഡിനകത്തെ കെട്ടിടം പൊളിച്ചിട്ടിരിക്കുക. ആ പൊളിച്ചിട്ടിരിക്കുന്നതിനകത്ത് എത്ര പേരെ അവിടെ ഉണ്ടായിരുന്നത്? പഞ്ചായത്തിന് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനമല്ലേ ഇല്ലാതാക്കിയത്? എന്നിട്ട് അതിന് മറ്റൊരു ബദൽ സംവിധാനം അവിടെ ക്രമീകരിച്ചിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട തമ്പിചന്ദ്രൻ അവർ പറഞ്ഞതുപോലെ അവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ടായിരുന്നു, അതും പൊളിച്ചിട്ടിരിക്കുക. നിങ്ങൾ എന്താ ചെയ്തിരിക്കുന്നത്? പഞ്ചായത്തിന്റെ വാതിൽക്കൂടെ നമുക്കൊന്ന് നടന്നു പോകാൻ പറ്റുമോ? അതും ഇല്ല. പഞ്ചായത്തിൽ എന്താണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്? ഒരു കാര്യവും ചെയ്യാതെ വികസനമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പുതുപ്പള്ളിയിലെ ജനങ്ങൾ തിരിച്ചറിയുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ നമുക്കറിയാം ഇവിടുത്തെ കാർഷിക മേഖല എടുത്താലും ഒരു കാര്യമുണ്ട്. എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ ഏത് വികസന പ്രവർത്തനങ്ങളും ഉദ്ഘാടനം ചെയ്താൽ ഇത് ഞങ്ങളുടെ പദ്ധതിയാണ് എന്ന് പറയുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. പക്ഷെ അത് നല്ല കാര്യമല്ല. പുതുപ്പള്ളിയിലെ ജനങ്ങൾ നിങ്ങളുടെ ഈ ധീരകൃത്യങ്ങളൊക്കെ മനസ്സിലാക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. പുതുപ്പള്ളിയിലെ സാധാരണക്കാരായ ജനങ്ങളോട് ഞങ്ങൾക്കൊന്നേ അഭ്യർത്ഥിക്കുവാനായിട്ടുള്ളൂ, നിങ്ങളുടെ മനസാക്ഷിക്ക് അനുസൃതമായി വോട്ട് ചെയ്യുക. അത് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കുവാനായിട്ടുള്ളത്. സന്തോഷവും സമാധാനവുമുള്ള, രാഷ്ട്രീയ ഭേദമില്ലാതെ, നിറഭേദങ്ങളോ വകഭേദങ്ങളോ ഇല്ലാത്ത സമത്വ സുന്ദരമായ ഒരു രാഷ്ട്രത്തെ വാർത്തെടുക്കുവാൻ നമുക്കെല്ലാവർക്കും ഒന്നായി പ്രവർത്തിക്കാമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. സംസാരിക്കുന്നതിന് വേണ്ടി മുൻ മണ്ഡലം പ്രസിഡന്റും കോൺഗ്രസിന്റെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമായ ശ്രീ തോമസ് ചെറിയാനെ ക്ഷണിച്ചോളും. അവർ പറയും ഞങ്ങളതെല്ലാം റോഡ് നന്നാക്കി, അത് നന്നാക്കി, വെള്ളം കൊടുത്തു, ഇതൊക്കെ പറയും. പക്ഷേ 5-10 വർഷമായിട്ട് അവര് ഒരു കാര്യവും ഇവിടെ ജനനന്മയ്ക്കായിട്ട് ചെയ്തിട്ടില്ല. ഇതിൽ ഏറ്റവും ജനദ്രോഹമായ കാര്യം ചെയ്ത് റോഡ് കുഴിച്ച് എല്ലാം കുളമാക്കി. അതായത് 4 വർഷം കൊണ്ടേ വെള്ളം ഇവിടെ എത്തത്തുള്ളൂ. പക്ഷെ അതിനു മുമ്പേ പൈപ്പിടിയിൽ തുടങ്ങി കോൺട്രാക്ടർമാർക്ക് കാശുണ്ടാക്കാനും എഞ്ചിനീയേഴ്സിന് പൈസ മേടിക്കാനുള്ള മാർഗങ്ങളിലേക്കുള്ള പണി നോക്കി. പക്ഷെ കുടിവെള്ളം എത്തിയിട്ടില്ല ഇപ്പോഴും. പിന്നെ എന്തിനാ ഇത്ര ധൃതി പിടിച്ച് റോഡെല്ലാം കുത്തിപ്പഴിച്ചത്? അതിലുപരി ഒരു റോഡ് കുത്തിപ്പഴിക്കുമ്പോൾ അതിന്റെ നിയമമുണ്ട്. അതിന്റെ രൂപ നമ്മൾ അടച്ചത് വീണ്ടും റീഇൻസ്റ്റേറ്റ് ചെയ്യണം. അതായത് എങ്ങനെ റോഡ് കിടന്നോ അതുപോലെ റോഡ് ആക്കിയെങ്കിൽ മാത്രമേ ആ റോഡിന്, അതിന്റെ നിയമം അങ്ങനെയാണ്. പക്ഷെ ഈ പുതുപ്പള്ളി പഞ്ചായത്തിൽ മെമ്പർമാർ പോലും അറിയാതെ അവർ എഗ്രിമെന്റ് വെച്ചു, ആ കാര്യങ്ങളിലേക്ക് നീങ്ങി.
മഹിളാ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് സിനി മാത്യുവിനെ ക്ഷണിച്ചോളൂ. വളരെയധികം ബുദ്ധിമുട്ടോടുകൂടിയാണ് നമുക്ക് ഇവിടെ നിൽക്കുന്നത്. നമുക്കറിയാം, ഈ പുതുപ്പള്ളി പോലെയുള്ള ഒരു മണ്ണിൽ ഈ 7 പഞ്ചായത്ത് മെമ്പർമാർ ഇവിടെ ഇങ്ങനെ ഒരു സമരം നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ആ ഒരു ബുദ്ധിമുട്ട് എന്ത് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇരിക്കുക. നമുക്കറിയാം, ഈ ഉമ്മൻചാണ്ടി സാറ് ഭരിച്ച 53 വർഷക്കാലം ഭരിച്ച ഈ ഒരു മണ്ണില് ഈ 7 പഞ്ചായത്ത് മെമ്പർമാർ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്കറിയാം, ഒരു പഞ്ചായത്ത് ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ആര് ഭരിച്ചാലും, കോൺഗ്രസ് ഭരിച്ചാലും കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും ഏത് ഭരണസമിതിയാണെങ്കിലും ആ പഞ്ചായത്ത് ഭരണസമിതിയിൽ അവരെല്ലാവരും കൂടി ഒരു കാര്യം തീരുമാനിച്ചാൽ അത് തീർച്ചയായിട്ടും അത് പ്രാവർത്തികമാക്കുക. അതിനകത്ത് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയും അതിന് എതിരെ നിൽക്കുകയില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഒരു ഭരണം അവര് കൈയടക്കി കഴിയുമ്പോൾ അവരാണ് ഇതിനകത്ത് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം, നിങ്ങളുടെ ആരുടെയും ഒരു ആവശ്യവുമില്ല എന്ന ഒരു കാരണത്തോടുകൂടിയാണ് ഇന്നിപ്പോൾ പലയിടത്തും പഞ്ചായത്ത് ഭരണസമിതികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ പുതുപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളമല്ല മുഴുവൻ പഞ്ചായത്തുകളിലും നടന്നുകൊണ്ടിരിക്കുന്നത് വാട്ടർ അതോറിറ്റിക്ക് എല്ലാവർക്കും വെള്ളം ആവശ്യമാണ്. നമുക്കറിയാം, പക്ഷെങ്കിൽ ജല സംഭരണി വെള്ളം എല്ലാവർക്കും വേണം എന്നും പറഞ്ഞ് പഞ്ചായത്ത് വഴികളും മുഴുവൻ നശിപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും വീട്ടിലേക്ക് പൈപ്പ് കണക്ഷനും ഒക്കെ ഇട്ടു. പക്ഷെങ്കിൽ ആർക്കെങ്കിലും ഇതിനാൽ വെള്ളം കിട്ടിയിട്ടുണ്ടോ? മനുഷ്യന് നടക്കാൻ പോലും മേലാത്ത ഒരു അവസ്ഥയിലാണ് വഴികളെല്ലാം നശിപ്പിച്ചിട്ടിരിക്കുന്നത്. എന്നാൽ പഞ്ചായത്ത് ഭരണസമിതിയും ഈ വാട്ടർ അതോറിറ്റിയും തമ്മിൽ ഒരു എഗ്രിമെന്റ് വെച്ച് ഈ പൈപ്പ് കണക്ഷൻ ഇട്ടതിന് ശേഷം ആ വഴികൾ പഴയതുപോലെ തന്നെ സഞ്ചാരയോഗ്യമാക്കി തരണമെന്നൊരു എഗ്രിമെന്റ് വെച്ചാൽ തീർച്ചയായിട്ടും ആ വഴികൾ അവര് കുഴിച്ച് പൈപ്പ് ഇട്ടതിന് ശേഷം വീണ്ടും അത് സഞ്ചാരയോഗ്യ ആക്കി തരാനുള്ള ഒരു എഗ്രിമെന്റ് അവിടെ ഉണ്ടാകും. എന്നാൽ അങ്ങനെയുള്ള എഗ്രിമെന്റുകളെല്ലാം പാടെ മാറ്റിക്കൊണ്ട് അവര് പൈപ്പ് കണക്ഷൻ ഇട്ടതിന് ശേഷം ആ വഴികൾ താറുമാറാക്കി അവിടെ ഇട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് നാം കാണുന്നത്. അതുപോലെ തന്നെ PWD വഴികളും അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഇതിനെല്ലാം ഒരു മാറ്റം ആവശ്യമാണ്. നമുക്കറിയാം, ഈ അധികം താമസിക്കാതെ തന്നെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ നടക്കുകയാണ്. ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് മനുഷ്യരെല്ലാവരും ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കണം നമ്മളൊരു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കൊക്കെ കടക്കേണ്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ 7 പഞ്ചായത്ത് ഭരണ മെമ്പർമാർക്കും എല്ലാവിധ ആശംസകളും മഹിളാ കോൺഗ്രസിന്റേതായ എല്ലാവിധ പിന്തുണയും ഇവരുടെ സമരത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സംസാരിക്കുന്നതിന് വേണ്ടി മഹിളാ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ഗീതാ ഷിജുവിനെ ക്ഷണിച്ചോളൂ. കോൺഗ്രസ് പാർട്ടി ഈ മെമ്പർമാരോടൊപ്പം ഈ കവലയിൽ ഇങ്ങനെ ഒരു മീറ്റിംഗ് കൂടാൻ വളരെയധികം ദുഃഖമുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം ഈ 7 മെമ്പർമാർ പഞ്ചായത്തിലെ ഭരണസമിതിയോടൊപ്പം ചേർന്ന് പോകാൻ വളരെയധികം കഷ്ടപ്പെട്ടാണ് അവർ ഈ 5 വർഷം പൂർത്തിയാക്കുന്നത്. കാരണം ഓരോ കാര്യങ്ങളും അവിടെ തീരുമാനിക്കുമ്പോൾ ഈ 7 മെമ്പർമാരോട് ഒരു വാക്ക് ആലോചിക്കാതെയാണ് അവരുടെ ഇഷ്ടത്തിനുള്ള തീരുമാനങ്ങളാണ് ഇത്രയും കാലം അവിടെ നടന്നുകൊണ്ടിരുന്നത്. നമുക്കറിയാം, ഇന്നിപ്പോ ഈ പുതുപ്പള്ളിയുടെ അവസ്ഥ കഴിഞ്ഞ പ്രാസംഗികരെല്ലാം പറഞ്ഞതുപോലെ തന്നെ വഴിയിലിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരു ജലജീവൻ പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് റോഡ് കുത്തിപ്പൊളിച്ചു. പക്ഷെ ഒരു വണ്ടിക്കാർക്കോ എത്ര പേരുടെ ജീവനാണ് വഴിയിൽ പൊലിയുന്നത്. അവർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. ഇപ്പോൾ അവര് ബസ് സ്റ്റാൻഡിൽ ഒരു പ്രവർത്തനം നടത്തുന്നുണ്ട്, ഒരു വെയിറ്റിംഗ് ഷെഡ് എന്നും പറഞ്ഞു. അതും ഇപ്പം അതിലെ നടന്നു പോരാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഈ അവസാന കാലത്ത് ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് പണിതുകൊണ്ട് ഇവർക്ക് എന്താണ് പ്രയോജനം? ഇങ്ങനെ അവർ ഒരു തീരുമാനങ്ങളും ഇല്ലാതെ ഓരോ പദ്ധതിയും നടപ്പിലാക്കി. കൈതേപ്പാലത്തിങ്കൽ 25 ലക്ഷം രൂപ മുടക്കി അതാണ്ട് കൈതപ്പാലം തോട്ടിക്കിടക്കുന്നത് പോലെ അവിടെ കിടക്കുകയാണ്. ഒരു വർക്ക് ഷെഡ് എന്നും പറഞ്ഞും തേക്കേ ബ്രേക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ആലോചനയും ഇല്ലാതെ അവർ ഓരോ പ്രവൃത്തിയും നടത്തും. പഞ്ചായത്ത് ഭരണമാണേലും കേരള സർക്കാർ ഭരിക്കുന്നതാണേലും സർക്കാരാണെങ്കിൽ ജനങ്ങളുടെ അടുക്കൽ നിന്ന് കൊള്ളയടിച്ച് അവർക്ക് തികയാഞ്ഞിട്ട്, കാരണം ലൈഫ് പദ്ധതി വന്ന് അത് കൊള്ളയടിച്ചുകൊണ്ട് മകള് പോയി. അപ്പനിപ്പം വേറെ അത് തികയാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. ഞാൻ പറയുന്ന വാക്കുകൾ തെറ്റാണെങ്കിൽ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. ഒരു വീട് പണിയാൻ പാവപ്പെട്ടവൻ ചെല്ലുമ്പോൾ അതിന്റെ ടാക്സ് കൂട്ടി മേടിച്ചും എല്ലാം ചെയ്തിട്ടും അവർക്ക് ഈ പണത്തിനോടുള്ള ആർത്തി പോരാഞ്ഞിട്ടാണ് ഭഗവാന്മാരെ കൊള്ളയടിക്കാൻ പോയത്. ഇപ്പോൾ അമ്പലത്തിൽ കൊള്ളയടിച്ചു, അത് പോരാഞ്ഞിട്ട് ഇപ്പോൾ ദ്വാരപാലകരെ കൊള്ളയടിച്ചു. ഇതെല്ലാം എവിടെയാണോ കൊണ്ട് വെക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. പാവപ്പെട്ടവർ ഇവിടെ ഒരു നേരത്തെ അന്നത്തിന് വിശന്ന് ഓടി നടക്കുന്നു, ഒരു തൊഴിലില്ലാത്ത അവസ്ഥ വരുന്നു. ഇതെല്ലാം കണ്ടിട്ടും അവർക്കിതൊന്നും ഒരു കാര്യമേ അല്ല. അവർക്ക് എത്രയാണേലും ഇങ്ങോട്ട് പോരട്ടെ പോരട്ടെ എന്നും പറഞ്ഞു. എന്നിട്ട് ഉദ്യോഗസ്ഥരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം
ഇവിടെ ഇരിക്കുന്ന ഈ സത്യാഗ്രഹത്തിലും ഇവിടെ എത്തിച്ചേർന്ന എല്ലാ കോൺഗ്രസിന്റെ പ്രവർത്തനത്തിലും പുതുപ്പള്ളി മണ്ഡലം മഹിളാ കോൺഗ്രസിന്റെ പേരിൽ ഉള്ള എല്ലാ അഭിവാദ്യവും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടി മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പറും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയുമായ ശ്രീ ബിനോയ് അയ്യപ്പനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നത്തെ ഈ സമരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് എനിക്ക് മുമ്പ് പ്രസംഗിച്ച പ്രാസംഗികരൊക്കെ വിശദീകരിക്കുകയുണ്ടായി. നമുക്കറിയാം, പുതുപ്പള്ളിയിൽ കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുൻപ് UDF ഭരണം മാറ്റിക്കൊണ്ട് LDFന്റെ ഒരു നീണ്ട പ്രകടന പത്രികയായി അവതരിപ്പിച്ചുകൊണ്ട് LDF പുതുപ്പള്ളി പഞ്ചായത്തിൽ അധികാരത്തിലെത്തുകയുണ്ടായി. എന്നാൽ ആ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന യാതൊരുവിധ കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ സാധിക്കാതെ ഉള്ള ഒരു 5 വർഷമാണ് കടന്നുപോയത്. 53 വർഷം നയിച്ച ശ്രീ ഉമ്മൻചാണ്ടിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പുതുപ്പള്ളിയിൽ ജല ലഭ്യതയില്ല എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് ജലജീവൻ പദ്ധതി നടപ്പിലാക്കുവാൻ, കേന്ദ്ര ഗവൺമെന്റിന്റെ ജലജീവൻ പദ്ധതി നടപ്പിലാക്കുവാൻ ഗ്രാമീണ റോഡുകളെല്ലാം കേരളത്തിലെ വിവിധങ്ങളായ പഞ്ചായത്തുകളിൽ തുടക്കം കുറിച്ച ഒരു പദ്ധതി ിക്കുമ്പോൾ ഒരു എഗ്രിമെന്റ് ഇത് വെച്ചായിരുന്നു. ആ കെട്ടിടം പൊളിച്ചുകൊണ്ട് അതിന്റെ വലതുവശത്ത് ഇപ്പോൾ വെയിറ്റിംഗ് ഷെഡ് പണിയുന്ന സ്ഥാനത്ത് അതുപോലെ തന്നെ ആ പണി പൂർത്തീകരിച്ച് കെട്ടിടത്തോട് ചേർന്ന് ഒരു കെട്ടിടം പണിതുകൊണ്ട് ബസ് സ്റ്റാൻഡിനെ ഓപ്പൺ ബസ് സ്റ്റാൻഡ് ആക്കി മാറ്റത്തക്ക വിധത്തിലേക്കാണ് അന്ന് പദ്ധതി വിഭാവനം ചെയ്തത്. അന്ന് ഈ സർവകക്ഷി യോഗം വിളിച്ച് തന്നെ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും യോഗം വിളിച്ച് അതിനൊരു വികസന സെമിനാർ നടത്തിക്കൊണ്ട് ആ പദ്ധതിക്ക് അംഗീകാരം മേടിച്ചതാണ്. അതെല്ലാം അറിയാവുന്ന ഈ ഇടതുപക്ഷത്തിന്റെ പഞ്ചായത്താണ് ചാടിക്കേറി വന്ന് ആ പദ്ധതി കെട്ടിടം പൊളിക്കാനുള്ള അനുമതി അവിടെ കിടപ്പുണ്ടായിരുന്നു. അത് പൊളിച്ചു. എന്നാൽ അതിലേക്ക് ആ റോഡ് പോലും ഒരു ഭംഗിയാക്കുവാനുള്ള ഒരു പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ള വളരെ ഖേദകരമായ ഒരു കാഴ്ച നമുക്കിന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ വഴിയിടം പദ്ധതി എന്ന് പറയുന്ന ആ പദ്ധതികളിലേക്ക് കൈതേപ്പാലത്തും ഉണ്ടായി. അതുപോലെ തന്നെ പുതുപ്പള്ളി ബസ് സ്റ്റാൻഡിലും അത് ഒരു ദീർഘവീക്ഷണമില്ലാതെ അതിനെ നടത്തിക്കൊണ്ട് പോകത്തക്ക മറ്റു പല പഞ്ചായത്തുകളും നല്ല രീതിയിൽ നടത്തുമ്പോൾ നമ്മുടെ പുതുപ്പള്ളി പഞ്ചായത്തിൽ ആ പദ്ധതികളൊക്കെ വെറുതെ പണിതിട്ടുകൊണ്ട് ഫണ്ടുകളെ ലാപ്സാക്കുന്ന ഒരു രീതിയിലേക്ക് മാറുന്ന പഞ്ചായത്താണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉറച്ച വിശ്വാസമുള്ള അവർ ഈ അടുത്ത കമ്മിറ്റിയിലൊക്കെ കമ്മിറ്റി പറയുന്ന ഒരു അവതരണാനുമതി അതിന് ചോദിച്ചു. എന്നാൽ നടക്കുന്നത് ഉദ്ഘാടനം ചെയ്യാൻ പദ്ധതിക്ക് ഫണ്ട് അനുവദിച്ചിട്ടില്ല, യാതൊന്നും അനുവദിക്കാതെ വീണ്ടും ഒരു ഉദ്ഘാടനം നടത്തുവാനുള്ള വ്യഗ്രത കാണിക്കുന്ന ഒരു പഞ്ചായത്തിനെയാണ് നമ്മൾ കാണിക്കുന്നത്. സംസാരിക്കുന്നവരെയും കാര്യങ്ങൾ കൂടുതലായി വിശദീകരിക്കും. നമുക്കറിയാം, പുതുപ്പള്ളിയുടെ ബ്ലോക്ക് മാറ്റുവാനായിട്ട് പല ക്രമീകരണങ്ങളും ഈ ഇവിടെ ഭരണസമിതി ചെയ്ത കാലഘട്ടങ്ങളിൽ ഈ ഇടതുപക്ഷത്തിന്റെ അന്നത്തെ ഇടതുപക്ഷ സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചപ്പോൾ ഇവിടുത്തെ ഓട്ടോക്കാരെയും ടാക്സി ഡ്രൈവേഴ്സിനെയും വിളിച്ചുകൊണ്ട് പുതുപ്പള്ളി പഞ്ചായത്തിന്റെ മുമ്പിൽ വന്ന് ധർണാ സമരം നടത്തി. കാരണം ഇവിടെ വൺ വേ സംവിധാനം ഏർപ്പെടുത്താൻ സാധിക്കില്ല എന്ന് അന്നത്തെ ഭരണസമിതിയോട് സമരം നടത്തിയ ആ ഒരു ഭരണസമിതിയാണ് പുതുപ്പള്ളി വീണ്ടും വന്നതിന് ശേഷം ഇവിടെ വൺ വേ സംവിധാനം കൊണ്ട്. എന്നാൽ ആ വൺ വേ സംവിധാനം കൊണ്ടുവന്നത് യാതൊരുവിധ സൗകര്യങ്ങളും ഇല്ലാതെ. നമുക്കറിയാം, പുതുപ്പള്ളി ബസ് സ്റ്റാൻഡിന്റെ അവിടെ താഴേക്കുള്ള റോഡ് ഉമ്മൻചാണ്ടി സർക്കാർ 5 ലക്ഷം രൂപ ആ പദ്ധതിക്ക് വേണ്ടിയാണ് അന്ന് ഈ വൺ വേ സംവിധാനം കൊണ്ടിരുന്നതിനൊക്കെ വേണ്ടി തന്നെയാണ് അന്ന് കട്ടയിട്ട് നിർത്തി ഭംഗിയാക്കിയത്. എന്നാൽ അതിന് മുമ്പോട്ട് വന്ന ഒരു കലങ്ക് പണിത് അത് മേളിലേക്ക് കൊണ്ടുവന്ന ആ വഴിയുടെ ബ്ലോക്ക് മാറ്റുവാനുള്ള ഒരു സംവിധാനങ്ങളോ ഒന്നും തന്നെ ചെയ്യാതെ പുതുപ്പള്ളി കവലയിലെ ബ്ലോക്കിനെ വീണ്ടും ഇരട്ടിയാക്കുന്ന തരത്തിൽ ഡിവൈഡറുകളൊക്കെ സ്ഥാപിച്ച് വീണ്ടും ആ ഒരു കുപ്പിക്കഴുത്തിലേക്ക് പുതുപ്പള്ളി കവലയെ മാറ്റുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ യാതൊരുവിധ ബില്ലുവിനൊക്കെ ഒരു ദീർഘദൂരം പ്രസംഗിക്ക് എല്ലാവരും വരുമ്പോൾ ഇവിടെ ബ്ലോക്കാണ് മറ്റേതാണ് പറയുന്നത്. MLA കുറ്റപ്പെടുത്തുവാൻ വേണ്ടി ഈ ഇടതുപക്ഷ സർക്കാരാണ് ഭരിക്കുന്നത്. കേരളത്തിൽ ഇടതുപക്ഷ പഞ്ചായത്തുമാണ് പുതുപ്പള്ളിയിൽ ഇരിക്കുന്നത്. എന്തെല്ലാം PWDയുടെ വർക്കുകൾ കൂടെ കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു.
യാതൊന്നിനും മുതിരാതെ MLA കുറ്റം പറയാനും അതുപോലെ തന്നെ മറ്റുള്ള പഴയകാല പഞ്ചായത്ത് ഭരണസമിതിയെ കുറ്റം പറയാനുമല്ലാതെ ഒരു വികസന പ്രവർത്തനങ്ങൾ പുതുപ്പള്ളിക്ക് കൊണ്ടുവരുവാൻ സാധിക്കാത്ത ഒരു ഭരണസമിതി ഇനി നമുക്ക് വേണോ എന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്ന ഈ സമയത്ത് ബഹുമാനരായ പഞ്ചായത്ത് മെമ്പർമാർ നയിക്കുന്ന ഈ ധർണയ്ക്കും കുറ്റവിചാരണ സദസ്സിനും എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സംസാരിക്കുന്നതിന് വേണ്ടി DCC ജനറൽ സെക്രട്ടറിയും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ ശ്രീ സാബു ഉദുർപ്രദേശ് ക്ഷണിച്ചുകൊണ്ട് കോൺഗ്രസ് കമ്മിറ്റി സംസ്ഥാനത്താകമാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ത്രിതല പഞ്ചായത്തുകളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് നൽകാതെ വികസന പ്രവർത്തനങ്ങളെ മുരടിപ്പിച്ചുകൊണ്ട് സാധാരണ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ ഇടപെടാൻ കഴിയാത്ത ഒരു സാഹചര്യമൊരുക്കി മുന്നോട്ട് പോയപ്പോൾ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ടിൽ നിന്നും 2 ലക്ഷം രൂപ ചിലവഴിച്ചുകൊണ്ട് വികസന സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ട് പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളെ ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പാർട്ടിക്കും പാർട്ടിയുടെ സന്നദ്ധ സഹചാരികൾക്കും ഈ 2 ലക്ഷം രൂപയുടെ ചിലവിനത്തിൽ വലിയൊരു തുക ചിലവഴിച്ചുകൊണ്ട് സാമ്പത്തിക ലാഭം കൊയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടി ഒരു സർക്കുലർ സംസ്ഥാന സർക്കാർ ഇറക്കിക്കൊണ്ട് ചെയ്യാത്ത വികസനങ്ങള് കാണാത്ത വികസനങ്ങള് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള അവസരം നടത്തുമ്പോഴാണ് ഐക്യ ജനാധിപത്യ മുന്നണിയും കേരളത്തിലെ പ്രതിപക്ഷവും ഈ സർക്കാരിന്റെ തെറ്റായ നയങ്ങളും വികസന മുരടിപ്പും ജനങ്ങളിൽ തുറന്നു കാണിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു സദസ്സ് ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ട് സാധാരണ ജനങ്ങളെ അവർ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഈ ത്രിതല പഞ്ചായത്ത് ഭരണസമിതികൾ ഇടപെടുന്നില്ല എന്ന് ബോധ്യപ്പെടുത്തുവാൻ മുന്നോട്ട് വന്നിരിക്കും. 10 മുതൽ ഇന്ന് വൈകുന്നേരം 7 വരെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ഭരണസമിതിയുടെയും കെടുകാര്യസ്ഥതയ്ക്കെതിരെയും സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നു. ഇത് സാധാരണ ജനങ്ങളെ അറിയിക്കുന്നതിനുള്ള ഒരു സൂചനാ സമരവുമായി ഈ പ്രതിഷേധ യോഗം മാറുകയാണെങ്കിൽ ഇതിലൂടെയുള്ള പ്രവർത്തനങ്ങളല്ല ഇനിയും സാധാരണ ജനങ്ങളെ വിശദീകരിച്ചുകൊണ്ട് സാധാരണ ജനങ്ങളെ അറിയിച്ചുകൊണ്ട് വാർഡ് തലത്തിലുള്ള വലിയ സമരമാർഗങ്ങളും യോഗ നടപടികളും പ്രതിഷേധങ്ങളും പരിപാടികളുമായി മുന്നോട്ട് പോകുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും വാർഡ് തലത്തിൽ പ്രധാന പരിപാടികളുമായി തെരഞ്ഞെടുപ്പുമായി മുന്നോട്ട് വന്ന് സാധാരണ ജനങ്ങളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ മുന്നോട്ട് വരുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് സാധാരണ ജനങ്ങളുടെ വികസനങ്ങൾക്ക് ആവശ്യമുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന തെറ്റായ സമീപനങ്ങൾ കാഴ്ചവെച്ച ഈ ഭരണസമിതിക്കെതിരെ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഞങ്ങളുടെ ഈ സമരമാർഗങ്ങളൊന്നുമില്ലാതെ ചിന്തിക്കുകയും ഈ തെറ്റായ സമീപനങ്ങൾക്കെതിരെ വോട്ട് ചെയ്യുകയും ചെയ്യുന്ന സാധാരണ ജനങ്ങളെ ഈ തെറ്റായ സമീപനങ്ങൾക്കെതിരെ വലിയ വില കൊടുത്തുകൊണ്ട് വോട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കെല്ലാം ഉണ്ടാകും. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മെമ്പർമാരും ത്രിതല പഞ്ചായത്ത് ഭരണസമിതിയും പഞ്ചായത്തിലും ത്രിതല പഞ്ചായത്തുകളിലേക്കും അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടാകില്ല. അത്തരമൊരു സമീപനത്തിൽ നിങ്ങളുടെയൊക്കെ വിലയേറിയ ഇടപെടലുകളും സമീപനവും ഉണ്ടാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമര പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുന്ന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ബഹുമാനായ പ്രസിഡന്റ് ശ്രീ സാം കെ വർഗീയയും ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രതിപക്ഷത്തിന്റെ പാർലമെന്ററി പാർട്ടിയുടെ ബഹുമാന്യനായ നേതാവ് ശ്രീ
ജിനൊക്കെ പോൾ അടക്കമുള്ള ബഹുമാന്യരായ മറ്റ് മെമ്പർമാരെ അവരോടുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിൽ നിന്നും ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഭാരത്. വേണ്ടി വിദ്യാർത്ഥിയുടെ ജില്ലാ സെക്രട്ടറിയായ ശ്രീ AR സുരേന്ദ്രനെ ക്ഷണിച്ചുകൊള്ളുന്നു. സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആ സ്ഥാപനമാണ് ഉമ്മൻചാണ്ടി സാറിന്റെ ഒറ്റ പ്രയത്നം കൊണ്ട് മാത്രം വന്ന ഒരു സ്ഥാപനമാണ്. എന്തെല്ലാം ആരോപണങ്ങൾ വന്ന വസ്തു ഇടപാടിൽ അഴിമതി എന്നൊക്കെ പറഞ്ഞ ആരോപണം കൊണ്ടുവന്നു. അതിന്റെ ഉദാഹരണത്തിന് വന്ന മന്ത്രിയെ ഇവരിവിടെ തടഞ്ഞു. നോക്കണം, നമ്മുടെ നാട്ടിലെ ഒരു വലിയ വികസന വസന്തം കൊണ്ടുവന്ന ഒരു വലിയ കാര്യമാണ്. നമുക്ക് സ്വപ്നം കാണാൻ അന്നും ഇന്നും പറ്റിയില്ലാത്ത ഒരു കാര്യമാണ് നമ്മുടെ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ IHRD പോലുള്ള സ്ഥാപനം. പുതുപ്പള്ളിയുടെ ഒരു എന്താ പറയുക സ്വത്തായി അതിന്റെ ഉദാഹരണം മന്ത്രി ഇവിടെ തന്നു. അതേ മന്ത്രി തിരുവഞ്ചൂര് വന്നു അവിടെ പോയി. അവിടെ അവർ തടഞ്ഞൊന്നുമില്ല. അവരും കൂടെ കൂടുതൽ സ്വീകരിച്ചു പുതുപ്പള്ളി വന്നപ്പോൾ. അപ്പൊ മാസത്തിൽ പാർട്ടിയുടെ വികസന കാഴ്ചപ്പാട് അത്രയൊക്കെ ഉള്ളൂ. അവർക്ക് ഈ നാളെ ഉണ്ടാവണമെന്നൊന്നുമില്ല. അങ്ങനെ അന്നുമില്ല ഇന്നുമില്ല. ഈ ഗവൺമെന്റ് തന്നെ എടുത്തു നോക്കിയേ, വിവാദങ്ങളല്ലാതെ എന്തെങ്കിലും വികസനം അവരുണ്ടാക്കുന്നുണ്ടോ? എവിടെയെങ്കിലും ഇനി ഒന്നും വിവാദം വിചാരിച്ചാൽ അവർ തന്നെ വിവാദം തിരി കൊടുക്കും. അവർ തന്നെ ഒരു വിവാദത്തിന് തിരി കൊടുക്കുക, അവർ തന്നെ പ്രചരിപ്പിക്കുക, ആടിനെ പട്ടിയാക്കുക, അതിനെ പട്ടിയാക്കുക, തല്ലിക്കൊല്ലുക എന്ന് പറയുന്നത് അതേ ഒരു ശൈലിയാണ്. പിന്നെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഞ്ചായത്തിന്റെ ഓരോരോ കാര്യങ്ങൾ നമുക്ക് പറയാനാണ്. ഈ റോഡ് ഉൾപ്പെടെ അല്ലെങ്കിൽ നിരവധി കാര്യങ്ങൾ അതൊക്കെ ഇവിടെ പല ആളുകളും പറഞ്ഞാണോ എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും കൂടുതൽ കടങ്ങുന്നില്ല. ഏതായാലും ഇങ്ങനെയൊന്നും അല്ല ഒരു 5 വർഷക്കാലം എന്റെ ഇതിലേക്ക് 5 വയസ്സ് പോയി. 5 വർഷക്കാലം നമുക്കൊക്കെ നഷ്ടപ്പെട്ടു എന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് ചുരുക്കി പറയാനുള്ളൂ. 5 വയസ്സ് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി. ഒരുപാട് കാര്യങ്ങളൊക്കെ. കാരണം ഈ രാജ്യം ഭരിക്കുന്ന ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഗവൺമെന്റ് ആണല്ലോ. എത്ര രൂപ വേണം ഫണ്ട് കൊണ്ടുവരാൻ പറ്റും. നമുക്കറിയാം, ഉമ്മൻചാണ്ടി സാറിന്റെ വിശ്വാസം പുതുപ്പള്ളി പഞ്ചായത്തിന്റെ ഭാഗത്തൊക്കെ കിടക്കുന്ന റോഡ്, പുതുപ്പള്ളി ബസ് സ്റ്റാൻഡിൽ നിന്ന് വരുന്ന നമ്മുടെ CK മാണി മെമ്മോറിയൽ റോഡ്, ഇങ്ങനെ തുടങ്ങി എത്രയോ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ നമ്മളെ ഇംഗ്ലീഷിൽ പറയാം. നമുക്കതിന് താല്പര്യം ഉണ്ടെങ്കിൽ അതിനൊരു വഴി കണ്ടുപിടിക്കാം. എത്രയോ MLA-മാരുടെ മറ്റേ നോമിനേറ്റഡ് MLA-മാരുടെ MP-മാരുടെയൊക്കെ ഫണ്ടുകൾ കൊണ്ടുവന്ന് ഞങ്ങളൊക്കെ ഇവിടെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് ഇത് എന്റെ നാടിനുണ്ടാകണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ ഇവര് എന്തെങ്കിലും ഒരു വർഗീയത വന്നിട്ടാണ് എന്തിനാണ് അങ്ങനെ എന്നൊക്കെ അല്ലാതെ നേരെ ഒരു കാര്യം ചെയ്യാൻ അവർ പഠിച്ചിട്ടുമില്ല, അവർ പഠിപ്പിക്കുന്നുമില്ല, അവരത് പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. അതാണ് മാസത്തിനകത്ത് പൊതുവെ ഉള്ള ഒരു ശൈലി. ഏതായാലും അതിനൊരു മാറ്റം വരും. മാറ്റം വരണം. ഇല്ലെങ്കിൽ വീണ്ടും നമ്മളെ ഒരു 5 വയസ്സ് കൂടി പോകും. നമുക്ക് ഇനി ഒരുപാട് വികസനങ്ങൾ പുതുപ്പള്ളിയിലേക്ക് വരാനുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വികസന നായകൻ എന്നറിയപ്പെടുന്ന ഉമ്മൻചാണ്ടി സാറിന്റെ ഒരു ഗ്രാമപഞ്ചായത്ത്. നമുക്ക് ഈ ലോകത്ത് എവിടെ ചെന്നു എന്ന് പറഞ്ഞാൽ പുതുപ്പള്ളി എന്ന് പറഞ്ഞാൽ അതിനൊരു അടിക്കൊടുത്ത ഉമ്മൻചാണ്ടി എന്നാണ്. അത്രമാത്രം പേരും പ്രശസ്തിയും ഗരിമയൊക്കെ ഉള്ള ഒരു പഞ്ചായത്ത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? വെട്ടിക്കെട്ടിയുടെ ചോട്ടിൽ മഞ്ചട്ടി കിടക്കാനൊക്കെ സാധാരണ വെറുതെ 5 വർഷം ഇങ്ങനെ ഇരുന്ന് അങ്ങ് പോയി. അവസാന കാലത്തൊക്കെ വല്ലതും ചെയ്തോ? സാധാരണ ഇവർ അവസാനം ഓടുന്നൊരു വെള്ളപൂശിട്ടാണ്. അതും ഇവിടെ അതുപോലെ സാമൂഹ്യ അതുപോലെ തന്നിട്ട്